ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സൂര്യ വ്ളോഗ്സിലെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ് സ്വാഗതം. അപ്പോൾ നമുക്കൊരു ബർത്ത്ഡേ വ്ളോഗ് കണ്ടാലോ? ഫെബ്രുവരി 14 എൻ്റെ അനിയത്തിയുടെ കുഞ്ഞുവാവയുടെ 1ാം ബർത്ത്ഡേ ആയിരുന്നു. അച്ഛൻ്റെ ഓപ്പറേഷൻ ആയതുകൊണ്ട് നമ്മൾ ആ ബർത്ത്ഡേ സെലിബ്രേഷൻ മാറ്റി വെച്ച് ഒരു 1.5-2 ആഴ്ച കഴിഞ്ഞിട്ട് അതിൻ്റെ സെലിബ്രേഷനായിട്ട് നമ്മൾ നടത്തുവാണ്. അപ്പോൾ അത് നിങ്ങളെ കാണിക്കാം എന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണം. കൂട്ടത്തിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ അനിയത്തിയുടെ വീട് പാലായിൽ വള്ളിച്ചിറ എന്ന് പറയുന്ന സ്ഥലത്താണ് അവളുടെ വീട്. നല്ല ഭംഗിയാണ്. എനിക്ക് അവളുടെ സ്ഥലം ഭയങ്കര ഇഷ്ടമാണ്. കാര്യം പുറകിൽ നല്ല പാടമുണ്ട്. പാടത്തിപ്പോഴും നെല്ല് കൊയ്യും. നല്ല രസമാണ് അത് കാണാൻ. പണിക്കാരൊക്കെ നെല്ല് കൊയ്തുകൊണ്ട് പോകുന്ന കാണാൻ നല്ല രസമാണ്. പിന്നെ അവളുടെ വീട്ടിൽ ഒരു കടയുണ്ട്. താഴ്ഭാഗത്ത് കടയാണ് നടത്തുന്നത്. അതുകൊണ്ട് നമുക്കധികം ഇടയില്ല അവിടെ ഒരു സെലിബ്രേഷൻ നടത്താനായിട്ട്. അപ്പോൾ അവരുടെ കുടുംബത്തിലാണ് സെലിബ്രേഷൻസൊക്കെ നടത്തുന്നത്. അപ്പം അവിടോട്ട് നമ്മൾ പോവുകയാണ്. അവിടെ ചെന്ന് നമ്മളെല്ലാവരും ബർത്ത്ഡേക്കുള്ള ബലൂണ് ഒരുക്കുവാണ്. ഡെക്കറേഷൻ ചെയ്യാനായിട്ടുള്ള പരിപാടിയാണ്. എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പം അവിടെ നമ്മൾ ബലൂണൊക്കെ വീർപ്പിച്ച് ഡെക്കറേഷൻ പരിപാടി നോക്കാമേ. ആ കോരങ്ങച്ചനെയും കൈ പിടിച്ചിരിക്കുന്നതാണ് നമ്മുടെ ബർത്ത്ഡേ ഗേള്. ഞങ്ങളുടെ കുഞ്ഞിപ്പെണ്ണാണ്. കുഞ്ഞിപ്പെണ്ണിൻ്റെ പേര് അല്ലു എന്നാണ്. ശരിക്കുള്ള പേര് വാമികി എന്നാണ്. അപ്പോൾ അവിടെയാണ് ബർത്ത്ഡേ. നോക്കിക്കേ, ഭയങ്കര ഇഷ്ടമാണ് ഫോണിൽ നോക്കാനായിട്ട്. അപ്പം ഇവളാണ് താരം. ഇവിടെയാണ് ഞങ്ങൾ സെലിബ്രേഷൻ ചെയ്യാൻ പോകുന്ന ബർത്ത്ഡേ. അപ്പോൾ എല്ലാവരും ഒന്ന് ഹായ് പറയാൻ വേണ്ടി ഞാൻ പറഞ്ഞപ്പോൾ ഇങ്ങനെ ക്യാമറയിലോട്ട് നോക്കിയിരിക്കുക കേട്ടോ. അപ്പം ഞങ്ങൾ സഹായിക്കാനായിട്ട് പോയിരുന്നു. എല്ലാവരും ബലൂണൊക്കെ വീർപ്പിക്കുകയാണ്. ഒത്തിരി ഇങ്ങനെ മറ്റേ ബലൂൺ വീർപ്പിക്കുന്ന മെഷീൻ എല്ലാവരുടെ കയ്യിലിരിക്കുമായിരുന്നു. ഞാൻ ഈ വായും കൊണ്ട് ഊതി വീർപ്പിക്കാമെന്ന് വിചാരിച്ചിട്ട് വലിയ പാടുള്ള പരിപാടിയാണ് ഈ ബലൂൺ വീർപ്പിക്കൽ കേട്ടോ. രാവിലെ തുടങ്ങിയ പരിപാടി ഒരു ഉച്ചയായി. 3 മണി തൊട്ടായിരുന്നു ഫംഗ്ഷൻ. ഒരു ഉച്ചയായി എല്ലാവരും കൂടെ ബലൂണൊക്കെ വീർപ്പിച്ച് വന്നപ്പോഴേക്കും അതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞിപ്പെണ്ണിൻ്റെ ഓരോരോ കുസൃതികളൊക്കെ കാണാൻ പറ്റും. ക്യാമറയിൽ വന്ന് തോണ്ടുന്നത് എങ്ങനെയെങ്കിലും പിടിച്ചു വെക്കും. അതിനകത്ത് ഒത്തിരിയും കട്ട് ചെയ്ത് ഞാൻ കളഞ്ഞിട്ടുണ്ട്. എല്ലാവരും ബലൂൺ വീർപ്പിക്കുന്നതൊക്കെ നോക്കും. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ പുത്രനെ ഒന്ന് ക്യാമറയിലൊന്ന് കാണിക്കാൻ നോക്കിയിട്ട് അതിൻ്റെ ദേഷ്യപ്പെട്ട് അവൻ പോയി. അങ്ങനെ എല്ലാ പരിപാടിയും അവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം എല്ലാം ഒന്ന് ഒപ്പിച്ചെടുത്തു. ഇതാണ് അല്ലുവിൻ്റെ ഡാഡി. അഭിജിത്ത് എന്നാണ് പേര്. ഇളി നോക്കിക്കേ, ഇളിച്ചോണ്ട് നിൽക്കുന്നതാണ് അവളുടെ ഡാഡി. എന്തൊക്കെയോ പറയുന്നുണ്ട്. അങ്ങനെ അതെല്ലാം ഒപ്പിച്ച് ഞങ്ങൾ ഏകദേശം എല്ലാം സെറ്റ് ചെയ്ത്. അല്ലുവിൻ്റെ ഡാഡിയുടെ കയ്യിൽ ഒരു തീപ്പന്തം പോലെ കെട്ടി വെച്ചേക്കുന്നത് കണ്ടോ. ബർത്ത്ഡേയുടെ തലേന്ന്, സെലിബ്രേഷന് തലേന്ന് അവിടെ എല്ലാം വൃത്തിയാക്കിയപ്പം എന്തോ ഗ്ലാസ് കയ്യിൽ കൊണ്ട് കയറിയിട്ട് 6 സ്റ്റിച്ച് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തതിന് ശേഷം തിരിച്ച് അവളുടെ വീട്ടിൽ വന്നു. ഇത് കേട്ടോ അവളുടെ കട. നാടൻ സാധനങ്ങളെല്ലാം ഉണ്ട്. പച്ചക്കറികളെല്ലാം നാടനാണ്. ഉച്ചയായി. ഫുഡെല്ലാം ഞങ്ങൾ കഴിച്ചു. ഞങ്ങൾ കഴിച്ചൊന്നും എടുത്തില്ല. ലാസ്റ്റ് ഇവരാണ് കഴിച്ചത്. അത് ജസ്റ്റ് ഞാൻ ചുമ്മാ ഒന്ന് വീഡിയോ എടുത്തതേ ഉള്ളൂ. ഇത് പോർക്ക് കറിയാണ്. പോർക്ക് കറിയും മീനും അതും ഇതുമൊക്കെ ഉണ്ടായിരുന്നു. ഈ പാലാ ഭാഗത്തോട്ട് പോർക്കാണല്ലോ. പോർക്കാട്ടോ. എനിക്കത്ര ഇഷ്ടമല്ല, അനിയത്തിക്ക് ഇഷ്ടമല്ല അത്. പക്ഷെ ഇപ്പം കൂട്ടും. അവിടെ ചെന്നത് കൊണ്ട് പോർക്കൊക്കെ ഇഷ്ടം. അങ്ങനെ ഞങ്ങൾ ഉച്ചയ്ക്ക് റെഡി ആവാനായിട്ട് പോവാം. 3 മണിയായി. ഇനി 2 കുട്ടികളെ കുളിപ്പിച്ച് ഒരുക്കണം. അച്ഛന് വയ്യായിരുന്നു. അച്ഛനവിടെ താഴെ കിടക്കുക കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ റിലേറ്റീവ്സൊക്കെ വന്നു. അങ്ങനെ ഫസ്റ്റിലെ ഞാനും എൻ്റെ പുത്രനും കൂടെ ഒരുങ്ങി റെഡി ആയിട്ട് വന്നു. പൊരി വെയിലാണ്.
ഇപ്പോഴത്തെ ചൂടറിയാമല്ലോ, 3 മണിയായി. ഭയങ്കര വെയിൽ. ക്യാമറയിലോട്ട് നോക്കുമ്പോൾ നല്ല വെയിൽ. എൻ്റെ കണ്ണും കൂടെ മഞ്ഞളിച്ചു പോയി. അതുപോലത്തെ വെയിലാണ്. ഒരുത്തൻ ചൂടും കൊണ്ട് ഓടുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ എന്നിട്ടും കുറച്ച് കോപ്രായങ്ങളൊക്കെ ഇതിനകത്ത് കാണിച്ചു വെച്ചിട്ടുണ്ട്, നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട്. എങ്ങനെയാ, സത്യം പറഞ്ഞാൽ നീറിയിട്ട് വയ്യായിരുന്നു, അതുപോലെ ചൂടായിരുന്നു, തീ ചൂട്. അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനത്തെ ഡ്രസ്സും കൂടെ ആയതുകൊണ്ട്, ഇങ്ങനെ ഓർഗാസായുടെ മറ്റേ ടോപ്പൊക്കെ ആയതുകൊണ്ട് ഒന്നുകൂടെ തീയായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ കുട്ടിത്താരം വന്നു. അവൾ ഒരുങ്ങി റെഡിയായി. പക്ഷെ അവളെ ഉദ്ദേശിച്ച് ആദ്യമേ വേറൊരു ഉടുപ്പാണ് ഇടാൻ ഉദ്ദേശിച്ച. പക്ഷെ അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് നിമിഷം അങ്ങോട്ട് മാറ്റി കേട്ടോ. അതുകൊണ്ടാണ് ഈ ഹെയർ ബാൻഡ് വേറെ ഡ്രസ്സിൻ്റെ അങ്ങോട്ട് ചേരുന്ന ഹെയർ ബാൻഡാണ് വെച്ചത്. ഈ ഡ്രസ്സിൻ്റെ ഹെയർ ബാൻഡ് ഇല്ലായിരുന്നു. പക്ഷേ ഹെയർ ബാൻഡൊന്നും സമയത്ത് വെക്കത്തില്ല, ഒരു 2 മിനിറ്റൊക്കെ വെക്കത്തുള്ളൂ. അങ്ങനെ മാച്ചിങ് ഡ്രസ്സൊക്കെ ഇട്ട് അവരൊക്കെ ഇറങ്ങി. ഇതാണ് ബർത്ത്ഡേ കേക്ക്. കേക്കിന് ഓർഡർ കൊടുത്തപ്പോഴേ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആവശ്യമില്ലാത്ത സാധനങ്ങളൊന്നും അതിൽ കുത്തിക്കയറ്റി വെക്കണ്ട. ഞങ്ങൾ പറഞ്ഞ രീതിക്കാണ് അവർ ചെയ്തു തന്നേക്കുന്നത്. എന്തായാലും കുട്ടികളാണ് കഴിക്കാൻ പോകുന്നത്. ബാക്കി അതിൻ്റെ അകത്തുള്ള സാധനങ്ങളൊന്നും കുട്ടികൾ കഴിക്കത്തില്ല. അതുകൊണ്ട് ധൈര്യത്തോടെ നമുക്ക് കൊടുക്കാനും പറ്റത്തില്ല. ബബിൾസ് അങ്ങനത്തെ സാധനങ്ങളോ അതിൻ്റെ അകത്ത് വെക്കുന്ന ഒന്നും വെച്ചിട്ടില്ല. അത് പറഞ്ഞാണ് ചെയ്തത്. പത്തനാടുള്ള ഡീൻ കേക്കേഴ്സ് ആണ്, ഒരു ഹോം ബേക്കറാണ് ചേച്ചി. ആ ചേച്ചിയാണ് ഇത് ചെയ്തു തന്നേക്കുന്നത്. അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു. നല്ല അഫോർഡബിളായിട്ടും നല്ല രുചിയുള്ള കേക്കായിരുന്നു. അപ്പം ചേച്ചിയോട് ഒരുപാട് നന്ദി. അപ്പോൾ അതേടെ ഞങ്ങളുടെ അല്ലുവാവയുടെ ഡാൻസാണ് കേട്ടോ. അങ്ങനെ വിളിച്ചവരെല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. രാത്രിയിലും ഫങ്ഷനുണ്ട്. ഇവർ ആര്യയുടെ ഫ്രണ്ട്സാണ്, അനിയത്തിയുടെ. അപ്പോൾ അവളുടെ പേര് ആര്യ എന്നാണ് കേട്ടോ. അപ്പോൾ ഇവരെക്കുറിച്ച് എടുത്തു പറയണം, അവരെൻ്റെ സബ്സ്ക്രൈബേഴ്സും കൂടെ ആകട്ടോ. അവളുടെ ഫങ്ഷനും എൻ്റെ ഫങ്ഷനും ഇന്നേ വരെ എന്തെങ്കിലും ഫങ്ഷൻ ഉണ്ടായിട്ടുണ്ട് അതിനെല്ലാം അവർ വിളിച്ചിട്ടുണ്ട്. അങ്ങ് ദൂരെയാണ് ഇവർ. എന്നിട്ടും എല്ലാത്തിനും അവർ വരും. എല്ലാവരോടും ഒരുപാട് സ്നേഹമുണ്ട്. അവർ എന്നും ഈ സ്നേഹം ഞങ്ങളോട് കാണിക്കുന്നുണ്ട്. അച്ഛനെയും അമ്മയും അതുപോലെ തന്നെയാണ് ഞങ്ങൾക്ക് അവരെ അതുപോലെ കാര്യം കേട്ടോ. അപ്പം താങ്ക്സ് മക്കളെ, താങ്ക്സ്. അവരെൻ്റെ വീഡിയോ കാണുന്നുണ്ടായിരിക്കും, താങ്ക്സ് കേട്ടോ. പറഞ്ഞതാണ്, എന്നാലും കിടക്കട്ടെ ഒരു ഗുമ്മിന് അല്ലേ. അങ്ങനെ കേക്ക് കട്ടിങ് സമയമായിട്ടുണ്ട് കേട്ടോ. അവിടെ വഴക്കാണ്, തലയിൽ തൊപ്പി വെക്കാന്നതിൻ്റെ. അവൾ എന്ത് ചെയ്ത് തലയിൽ ഒരു ഹെയർ ബാൻഡോ തൊപ്പിയോ ഒന്നും വെക്കുന്നില്ല. അവളാണെങ്കിൽ കേക്ക് മുറിക്കുന്നത് നോക്കുന്നത് പോലുമില്ല. ആരുടെ ബർത്ത്ഡേ ആണോ ആവും. അപ്പം നമ്മൾ ഈ കേക്ക് മുറിക്കുമ്പോൾ പൊട്ടിക്കുന്ന ഒരു പടക്കം ഉണ്ടല്ലോ, ആ പടക്കത്തിൻ്റെ പടക്കമാണോ എന്തോ ആണോ അത് ബ്ലാസ്റ്റ് ചെയ്യുന്ന സംഭവം. അപ്പോൾ അതിൻ്റെ അകത്ത് പൊട്ടിച്ചപ്പോൾ തലയിൽ ഇങ്ങനെ എല്ലാവരുടെയും വന്ന് വീഴത്തില്ലേ. അപ്പോൾ അതൊരു കൊച്ചിൻ്റെ തലയിൽ വീണ്. അവിടെ ഫ്രണ്ടിൻ്റെയാണ് അവൻ്റെ. അത് തലേന്ന് പിറക്കി കൊടുക്കാനായിട്ട് പോയത്. അത് മൊത്തം പിറക്കി കൊടുത്തതിന് ശേഷമാണ് അവന് സ്റ്റേജിലോട്ട് വന്നത്. നിമിഷ നേരം കൊണ്ട് അവൻ പിറക്കി കൊടുത്ത്. അതിനുശേഷം അവൻ വന്ന് കേക്ക് കൊടുക്കുന്നുണ്ട് അനിയന്. അത് കഴിഞ്ഞിട്ടൊരു പണിയുണ്ട്, ആ കേക്കിൽ ഒരു പണി. പിന്നെ അല്ലുവാവേ കേക്ക് ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക്. ഒത്തിരി കൊടുത്തില്ല. അങ്ങനെ അവനും കേക്ക് കഴിച്ച് അങ്ങനെ എല്ലാവർക്കും ഫുഡ് കൊടുക്കേണ്ട സമയമായിട്ടുണ്ട്. ഫുഡെല്ലാം കൊടുത്തു. ഇനിയാണ് എൻ്റെ മകൻ ചെന്ന് എപ്പോഴും കേക്ക് ഒരു വീക്ക്നെസ്സാണ്. അതുകൊണ്ടാണ് കണ്ടോ മുറിക്കാനായിട്ട് പാടുപെടുന്നത്. മുറിച്ചിട്ട് അത് കുറച്ച് നേരം കൂടെ കഴിയുമ്പോൾ അമ്മ അങ്ങ് എടുത്തുകൊണ്ട് പോകും കേട്ടോ. അല്ലെങ്കിൽ ആർക്കും അത് കഴിക്കാൻ കിട്ടത്തില്ല. ഒരുമാതിരി ചക്കപ്പഴം പോലെ ആക്കി വെക്കും. അതുകൊണ്ട് അവനെ നൈസായിട്ട് അമ്മ വന്ന് പൊക്കി എടുത്തുകൊണ്ട് പോയി. എന്നാലും അവിടുത്തെ അമ്മയൊക്കെ പറഞ്ഞു അവൻ അത് ചെയ്തോട്ടെ, അവനെ അങ്ങ് അമ്മ അത് കേട്ടില്ല, എന്നാലും എടുത്തുകൊണ്ട് പോയി. അതുകൊണ്ട് കേക്ക് എല്ലാവർക്കും കഴിക്കാൻ പറ്റി. അല്ലെങ്കിൽ കിട്ടത്തില്ല. അളിച്ച് കുഴച്ച് വെക്കും, അത്ര തന്നെ.
ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് ഇതെടുത്തു. കുറച്ച് വീഡിയോ ഒന്നല്ല, എന്തോ പറഞ്ഞതെന്ന് പറയും. ഒരു വീഡിയോ ആക്കാനുള്ള എന്തെങ്കിലുമൊക്കെ കിട്ടിയിട്ടുണ്ടോ എന്നാണ് ചോദിച്ചത്. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ കുറച്ച് വീഡിയോ അവിടുന്ന് ഇവിടുന്നും ഒക്കെ കളക്ട് ചെയ്തിട്ട് ഒരു വീഡിയോ ആക്കി ഞാൻ ഇട്ടേക്കുവാണ്. ഒത്തിരി ഒന്നും അങ്ങനെ ലോങ് ആയിട്ട് എടുക്കാനോ ഒന്നും പറ്റിയില്ല. അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും എന്ന് ഞാൻ വിചാരിക്കുവാണ്. അപ്പോൾ എല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണം. അപ്പം നിങ്ങളുടെ പ്രചോദനം കൊണ്ട് മാത്രമാണ് നമുക്ക് വീഡിയോ ഇടാനായിട്ട് ഉള്ള ഒരു എനർജി തരത്തുള്ളൂ. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.